പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇന്നോവൻ്റെ ക്ലച്ച് ഡിസ്ക് എങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യുക. ബോണറ്റ് ബുക്കിന് ശേഷം ബാറ്ററിൻ്റെ നെഗറ്റീവ് മൈനസ് അയച്ചു മാറ്റണം. അതേപോലെ റേഡിയേറ്ററിൻ്റെ ക്ലിപ്പ് കൂടി അതിൻ്റെ പൈപ്പും കൂടി ഒന്ന് റിമൂവ് ചെയ്ത്. ഇവിടെ നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. ബാറ്ററി നെഗറ്റീവ് ഊരിടുക, അതേപോലെ ഈ പൈപ്പ് ഒന്ന് ഇതേപോലെ അയച്ചു വെക്കുക. ഇനി നമുക്ക് അയക്കാള് വണ്ടിൻ്റെ ഉള്ളിലാണ് ഗിയർ ലിവറും കാര്യങ്ങളൊക്കെ. ഇനി അയക്കാള് ഗിയർ ലിവർ അയക്കണം, അതിൻ്റെ കൺസോള് കാര്യങ്ങളൊക്കെയാണ് അയക്കാനുള്ളത്. അപ്പോൾ അതെങ്ങനെയൊന്ന് നോക്കാം. ആദ്യം ഗിയർ നോബാണ് അയക്കേണ്ടത്. ഗിയർ നോബ് ത്രെഡ് ടൈപ്പ് ആയതുകൊണ്ട് നമ്മൾ സാധാരണ നെറ്റ് ലൂസാക്കണം, ഓരോ ഭാഗത്തേക്ക് തിരിച്ചാണ് ഇതേപോലെ ലൂസാക്കി മതി. ഇനി മറ്റ് വയറുള്ള വാഹനത്തിൻ്റെ ഗിയർ നോബ് അങ്ങനെ മാറ്റാം എന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ നേരെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതിൽ പോയി കണ്ടാൽ മതി. ഹാൻഡ് ബ്രേക്ക് ലിവറിൻ്റെ താഴെ ഒരു ചെറിയൊരു കട്ടിങ് കാണാം. അവിടെയുള്ള ആ പീസ് നമ്മൾ മേലേക്ക് പുള്ള് ചെയ്ത് വലിച്ചെടുത്താൽ ഇതേപോലെ അവിടെ പോരും. ഹാൻഡ് ബ്രേക്കിൻ്റെ താഴെയുള്ള കട്ടിങ്ങിൽ പിടിക്കുക, മേലേക്ക് അത് നേരത്തെ വലിച്ച പോലെ പുള്ള് ചെയ്യുക. അപ്പോൾ മേലത്തെ കൺസോള് വളരെ സിമ്പിളായിട്ട് പോരും. വേറെ ടൂളൊന്നും വേണ്ട, നമ്മളെ കൈ കൊണ്ട് അങ്ങനെ വലിച്ചെടുത്താൽ തന്നെ പോരും. ഇതിന് പ്രസ്സിങ്ങിന് ചെറിയ ലോക്കാണ് വരിക. ഇനി അയക്കുള്ള ഗിയർ ലിവറിൻ്റെ ആ ബൂട്ടാണ്. ആ ബൂട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ സ്റ്റാർ വേണം, അല്ലെങ്കിൽ സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ, അല്ലെങ്കിൽ 10T. 4 ബോൾട്ടാണ് അയക്കേണ്ടത്, 2 പ്രസ്സിങ് ടൈപ്പ് ക്ലിപ്പും. അത് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബൂട്ട് മേലേക്ക് ഫുൾ ചെയ്താൽ ഒരു പോരും. നമ്മളിപ്പോൾ അതിൻ്റെ ഗിയർ ലിവറിന് ബൂട്ട് അയച്ച് മാറ്റി. ഇനി അയക്കാനുള്ള ഗിയർ ലിവറാണ്. ഗിയർ ലിവറിന് 412ൻ്റെ 4 ബോൾട്ടാണ് വരിക. ആ 4 ബോൾട്ടും കൂടി അയച്ച് കഴിഞ്ഞാൽ ഗിയർ ലിവർ നമുക്ക് ഊരിയെടുക്കാം. ഇനി അത് അയക്കാം. ഗിയർ ലിവറിൻ്റെ 4 ബോൾട്ട് അയച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഗിയർ ലിവർ കൊണ്ട് പൊക്കിയാൽ ഗിയർ ലിവർ ഇതേപോലെ കൊണ്ട് പോരും. അതിൻ്റെ അടിയിൽ ഇതേപോലെ ഒരു മെറ്റൽ ടൈപ്പ് പാക്കിങ് കാണാം, അതും കൂടി ഒന്ന് അയച്ചു വെക്കും. അപ്പം ഇവിടെ ഈ കാര്യങ്ങൾ മാത്രമേ ഞാൻ അയച്ചെടുക്കാനുള്ളൂ. ഇനി വണ്ടി ലിഫ്റ്റ് ചെയ്ത് പൊക്കിയിട്ട് വേണം, അടിഭാഗത്താണ് ഇനി അയക്കാനുള്ളത്. ഇനി ലിഫ്റ്റ് നമുക്ക് വെക്കാം, വണ്ടി ഒന്ന് പൊങ്ങണം, എന്നാലും ഇനി പടിയത്തെ അയക്കാൻ കഴിയുള്ളൂ. ഈ കാണുന്നതാണ് ഗിയർ ബോക്സ്. ഇത് അയച്ച് മാറ്റണം. ഇത് ഫുള്ളായിട്ട് ഇവിടുന്ന് മാറ്റി ഇറക്കി വെച്ചാൽ ക്ലച്ച് മാറ്റാൻ കഴിയുള്ളൂ. മേലെ നമ്മൾ അയക്കള്ളൊക്കെ അയച്ചു വണ്ടിൻ്റെ ഉള്ളിൽ, അതേപോലെ ബോണറ്റിൻ്റെ ഉള്ളിൽ അയക്കള്ള അയച്ചു. ഇനിയുള്ളത് താഴെ ഭാഗത്താണ് അയക്കള്ള്. ഇനി ഇതേപോലെ ഗിയറിൻ്റെ ഡ്രൈവ് കൊടുക്കുന്ന പ്രൊപ്പല്ലർ ഷാഫ്റ്റ് അയക്കണം, അതേപോലെ ക്രോസ്, അതേപോലെ റൗണ്ട് ബോൾട്ട്, സ്റ്റാർട്ടിങ് മോട്ടർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അയക്കാണ്ട്. അതും കൂടി ഒന്ന് അയച്ചാണ്ട് നമുക്ക് ഏതായാലും ക്ലച്ച് മാറ്റാം. ഇനി ഫസ്റ്റ് ചെയ്യാനുള്ള ഗിയർ ഓയിൽ ചോർത്താനാണ്. ഗിയർ ഓയിൽ ചോർത്താനായിട്ട് ഗിയർ ബോക്സിൻ്റെ അടിയിൽ തന്നെ ഒരു 24 ഡ്രെയിൻ നട്ട് കാണാം. അത് ലൂസാക്കിയതിന് ശേഷം ഗിയർ ഓയിൽ ചോർത്തുക.
ാള് പ്രൊപ്പലർ ഷാഫ്റ്റാണ്. പ്രൊപ്പലർ ഷാഫ്റ്റിൻ്റെ അടിപൊളി ഡിഫറൻസിൻ്റെ ഭാഗത്ത് 4 ബോൾട്ടും അതേപോലെ സെൻറ്റർ ബെയറിങ്ങിൻ്റെ 2 ബോൾട്ടും അയച്ചാൽ പ്രൊപ്പലർ ഷാഫ്റ്റ് നമുക്ക് അയച്ച് മാറ്റിയേക്കാം. പ്രൊപ്പലർ ഷാഫ്റ്റാണ് നമ്മളെ എൻജിൻ്റെ പവർ നമ്മളെ വീലിലേക്ക് എത്തിക്കണത്. അപ്പം അതിന് 3 സ്റ്റാർ ഇതേപോലെ ജോയിൻ സ്റ്റാറുകൾ വരും. ഈ ജോയിൻ സ്റ്റാറിൽ 3 ഏതെങ്കിലും സ്റ്റെക്ക് ഉണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാണ്. അതേപോലെ ഒരു സെൻറ്റർ ബെയറിങ്ങും വരും. സെൻറ്റർ ബെയറിങ് പോയിനൊന്ന് ചെക്ക്. സാധാരണ ജോയിൻ സ്റ്റാറിന് 2 കംപ്ലൈൻ്റാണ് വരല്. ഒന്ന് ജോയിൻ സ്റ്റാർ സ്റ്റെക്ക് ഗ്രീസും ഇതൊന്നും ഇല്ലാതെ, പിന്നുള്ളത് പ്ലേ ആണ് വരിക. പ്ലേ കൂടി കഴിഞ്ഞാൽ നമ്മൾ ക്ലച്ചുമെന്ന് കാലെടുക്കുമ്പോൾ തന്നെ നമുക്കൊരു ടിക് ടക്ക് ടക്ക് പറഞ്ഞൊരു അങ്ങനത്തെ ഒരു ഒച്ച ഉണ്ടാവലുണ്ട്. സാധാരണ കംപ്ലൈൻറ്റ് വരലുണ്ട്. ഇനി അയക്കാനുള്ള 2 ക്രോസ് അയക്കാണ്ട്, ഫൗണ്ടേഷൻ്റെ 4 ബോൾട്ട് അയക്കാണ്ട്, അതേപോലെ കുറച്ച് വയറിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി അയക്കാണ്ട്. ഇവിടെ ക്ലച്ച് സിലിണ്ടർ അയക്കാം. സിലിണ്ടറിൻ്റെ 2 ബോൾട്ട്, 12-ൻ്റെ 2 ബോൾട്ട്, അതിൻ്റെ ബാക്ക് ഭാഗത്തിൽ 15-ൻ്റെ ബോൾട്ട് കൂടി. സിലിണ്ടർ അയച്ച് ഇനി അടുത്ത അയക്കാനുള്ള ക്രോസാണ്. ക്രോസിൻ്റെ ആദ്യം ഫ്രണ്ടത്തെ ക്രോസ് അയക്കുക. 4 ബോൾട്ടാണ് ഇതിന് വരിക. 14-ൻ്റെ 4 ബോൾട്ട്. ആ 4 ബോൾട്ട് അയച്ച് ആമർ വെച്ച് അടിച്ച് ഉരുണ്ടി വരും. അതിനകത്ത് നല്ല ടൈറ്റ് ഉണ്ടാവും. ഇനി അയക്കുള്ള 2ാമത്തെ ക്രോസാണ്. 2ാമത്തെ ക്രോസിന്മേലാണ് ഫൗണ്ടേഷൻ്റെ 4 ബോൾട്ട് ഉണ്ടാവും. 12-ൻ്റെ ആ 4 ബോൾട്ട് അയച്ചെടുക്കാം. പിന്നെ അയക്കുള്ളത് ഫൗണ്ടേഷൻ്റെ മേലെ നിന്ന് എർത്ത് വയർ പോകാണ്ട്. ആ എർത്ത് വയറും കൂടി നയിച്ചിടുക. 10-ൻ്റെ നെട്ടാണ് വരിക. ക്രോസ് അയച്ചാൽ ഇനി ഗിയർ ബോക്സ് കുറച്ച് താവും. ആ താവലിന് സപ്പോർട്ട് കൊടുക്കാനും വേണ്ടിയാണ് ഈ ജാക്കി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ജാക്കി ഗിയർ ബോക്സ് മേലൊന്ന് ലോഡ് ചെയ്ത് കൊടുക്കാം. ക്രോസ് നമ്മൾ അയച്ചിട്ടുണ്ട്. ജാക്കി ലോഡ് ചെയ്താണ് ഗിയർ ബോക്സ് മേൽ ഇതേപോലെ ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കുള്ള അയക്കാനുള്ള റൗണ്ട് ബോൾട്ട് അയക്കാണ്ട്. റൗണ്ട് ബോൾട്ട് അതേപോലെ സ്പീഡോമീറ്ററിൻ്റെ സെൻസർ, അതേപോലെ റിവേഴ്സ് ലൈറ്റിൻ്റെ സെൻസർ, ഈ 2 സെൻസർ നമുക്ക് വരുന്നതിൻ്റെ കണക്ഷൻ കപ്ലെയർ ഊരിടാണ്ട്. ഇതിപ്പോൾ ഊരുന്നത് സ്പീഡോമീറ്ററിൻ്റെ സെൻസറാണ്, അതിൻ്റെ കപ്ലെയർ. ഇനി അതേപോലെ ഒരു റിവേഴ്സിൻ്റെ സെൻസറും കൂടി ഉണ്ട്, അതിൻ്റെ കപ്ലെയറും കൂടി ഒന്ന് ഊരിടും. നമുക്ക് റൗണ്ട് ബോൾട്ട് അയക്കണം. റൗണ്ട് ബോൾട്ട് അയച്ചാൽ തന്നെ സ്റ്റാർട്ടിംഗ് മോട്ടറും ആ കൂട്ടത്തിലായിരിക്കും. നമ്മളിപ്പോൾ ഈ അയക്കണ എന്നിട്ട് സ്റ്റാർട്ടിംഗ് മോട്ടറാണ്. സ്റ്റാർട്ടിംഗ് മോട്ടറിൽ നിന്ന് നമുക്കൊന്ന് സൈഡിലേക്ക് മാറ്റിയേക്കാം. ഈ റൗണ്ട് ബോൾട്ടിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ ബോൾട്ട് വരുന്നത് കേട്ടോ. അതാണ് സ്റ്റാർട്ടിംഗ് മോട്ടർ പോരാൻ കാരണം. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള റൗണ്ട് ബോൾട്ട് ഫുള്ള് അയച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഗിയർ ബോക്സ് പൊടിച്ച് നിലത്തേക്ക് ഇറക്കി വെക്കാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റ്. ഈ 2 സാധനങ്ങളാണ് നമുക്ക് മാറ്റാനുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ റിലീസ് ഫയറിങ്ങും കൂടി ഒന്ന് മാറ്റാണ്ട്. റിലീസ് ഫയറിങ് വരൽ ഗിയർ ബോക്സിൻ്റെ ഉള്ളിലാണ്. ഈ ഭാഗത്തായിട്ടാണ് റിലീസ് ഫയറിങ് വരിക. ഈ കാണുന്നത് റിലീസ് ഫയറിങ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കംപ്ലൈൻറ്റ് ഉണ്ടോ ഇല്ലയെന്ന്. നമ്മൾ ഈ തിരിക്കുമ്പോൾ തന്നെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ സൗണ്ട് ഉണ്ടാവും, ബെയറിങ് പോയ മാതിരി. സാധാരണ ഇപ്പോൾ ഈ റിലീസ് ഫയറിങ് പോയാൽ വണ്ടിക്ക് ഇഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് നല്ല സൗണ്ടായിരിക്കും. അതായത് ക്ലച്ച് ചവിട്ടുമ്പോൾ സൗണ്ട് ഉണ്ടാവില്ല. ക്ലച്ച് വന്ന് കാലെടുത്താൽ ഈ സൗണ്ട് ഉണ്ടാവും. ബെയറിങ് പോയമാതിരി ഒരു മൂളക്കം. അത് ഈ റിലീസ് ബെയറിങ് കംപ്ലൈൻ്റ് ആയാൽ വരുന്നൊരു സൗണ്ടാണ്. ക്ലച്ച് ചവിട്ടുമ്പോൾ സൗണ്ട് ഉണ്ടാവില്ല, ക്ലച്ച് വന്ന് കാലെടുത്താൽ സൗണ്ട് ഉണ്ടാവും. ഇനി ആയിക്കുള്ള ക്ലച്ചിൻ്റെ ബോൾട്ടാണ്. ക്ലച്ചിന് 12-ൻ്റെ 6 ബോൾട്ടാണ് വരിക. 6 ബോൾട്ട് അയച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ക്ലച്ചിൻ്റെ പുറത്തേക്ക് എടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് റിലീസ് ബെയറിങ് കൂടി ഊരെടുക്കാം.
ഇതാണ് ഇനിയിപ്പോൾ നമുക്ക് കയറ്റാനുള്ള പുതിയ ക്ലച്ച് ഡിസ്കും അതേപോലെ പ്രഷർ പ്ലേറ്റും. ഇപ്പോൾ നമ്മൾ ഗിയർ ബോക്സാണ് കയറ്റി വെച്ചിന്. ഇനി ബാക്കിയുള്ള 17 റൗണ്ട് ബോൾട്ടൊക്കെ നേരത്തെ ഊരിയത് പോലെ തന്നെ രണ്ടാമത് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. നേരത്തെ അയച്ച ക്ലച്ചിൻ്റെ സിലിണ്ടർ 12-ന് 2 ബോൾട്ട്, ഇതൊക്കെ നേരത്തെ അയച്ച സാധനങ്ങൾ ഫുള്ള് നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ച് ഫിറ്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ള നേരത്തെ ഫസ്റ്റ് അയച്ച 2 ക്രോസ് ഉണ്ട്, ആ 2 ക്രോസും കൂടി ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അതേപോലെ ക്രോസിൻ്റെ ബോൾട്ടും അതേപോലെ ക്രോസ്മെലാണ് ഫൗണ്ടേഷൻ്റെ ബോൾട്ട് വരിക, ആ ബോൾട്ടും കൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫിറ്റ് ചെയ്യാനുള്ള പ്രൊപ്പല്ലർ ഷാഫ്റ്റാണ്, അതും കൂടി ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വണ്ടിൻ്റെ ഉള്ളിലാണ് പണിയുള്ളത്. വണ്ടി താത്തതിന് ശേഷം ഇപ്പോൾ വണ്ടിൻ്റെ നമുക്ക് ഗിയർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അടുത്ത ഞാൻ ഗിയർ ലിവറാണ് കയറ്റാനുള്ളത്. അതിന് മുമ്പ്
ഗ്യാസ് കിറ്റ് ഉണ്ട്. ഗ്യാസ് കിറ്റ് ഗിയർ ഓയിൽ ലീക്കാതിരിക്കാനും വേണ്ടിയാണ് ചെറിയ ഗ്യാസ് കിറ്റ് ഉണ്ട്, അത് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഗിയർ ലിവർ ഫിറ്റ് ചെയ്യാം. ഇനി ഫിറ്റാക്കാനുള്ളത് ഇതിൻ്റെ കൺസോളാണ്. കൺസോളും കൂടി ഒന്ന് ഫിറ്റാക്കി കൊടുക്കുക. അതിന് ശേഷം ഗിയർ നോബും കൂടി ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഗിയർ നോബൊക്കെ കുടിക്കുന്നതിന് ശേഷം നമ്മൾ ഫസ്റ്റ് അയച്ച റേഡിയേറ്ററിൻ്റെ പൈപ്പും അതേപോലെ ബാറ്ററി മൈനസും കൂടി ഒന്നുകൂടി ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഈ വണ്ടി വരുമ്പോൾ പെഡൽ നല്ല ടൈറ്റ് തന്നെയാണ്. ആദ്യം വണ്ടി ക്ലച്ച് മാറ്റുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ കുറേ നേരം ട്രാഫിക്കിലൊക്കെ പെട്ടാൽ കുറേ നേരം ചവിട്ടി വിടുമ്പോൾ നമ്മൾ കാല് നല്ല വേദന ആണോ കോലത്തിലുള്ള ടൈറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഏതായാലും നല്ല സ്മൂത്ത് ആയിട്ട് നമ്മൾ വണ്ടി ഏതായാലും സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഏതായാലും വലിയ കുഴപ്പമില്ല. എല്ലാ ഗിയറും പോകുന്നുണ്ട്, എല്ലാ ഗിയറും നല്ല സ്മൂത്തും ഉണ്ട്. അപ്പോൾ നമ്മളെ ഇന്നോവൻ്റെ ക്ലച്ച് മാറ്റിൽ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏതായാലും വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക.